നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മാസത്തെയും പോലെ ഈ വൃശ്ചിക മാസത്തിലും രാശിമാറ്റവും ഗ്രഹമാറ്റവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു, ചില ആളുകൾക്ക് അല്പം ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. വൃശ്ചികത്തിൽ ഓരോ രാശിക്കാർക്കും ചെയ്യേണ്ട ചില പരിഹാര കർമ്മങ്ങളുണ്ട്. ഭാഗ്യവർദ്ധനവിനായി ചെയ്യേണ്ട ചില പരിഹാര കർമ്മങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ വൃശ്ചിക മാസത്തിൽ 12 രാശിക്കാരായ ആളുകളും ഗുണവർദ്ധനവിനായി ചെയ്യേണ്ട ആ പരിഹാരങ്ങൾ എന്തൊക്കെയെന്ന്. ആദ്യത്തെ മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി ഭവനത്തിൽ ദേവീ മാഹാത്മ്യം ഉള്ളവർ ദിവസവും അതൊന്ന് പാരായണം ചെയ്യേണ്ടത് ഉത്തമമാണ് ഈ വൃശ്ചിക മാസത്തിൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിനത്തിൽ ദേവീക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. നിങ്ങൾ ദേവീ ഭജനമാണ് ഈ വൃശ്ചിക മാസത്തിൽ ഏറ്റവും കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെയും ക്ഷേത്ര ദർശനം നടത്താം. പ്രത്യേകിച്ച് നിങ്ങളുടെ നാൾ വരുമ്പോൾ ചെയ്യുന്ന ദർശനത്തിന് വളരെയേറെ പ്രാധാന്യവും ഭാഗ്യവും സിദ്ധിക്കുന്നതായിരിക്കും എന്ന് മാത്രം. നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിൽ ക്ഷേത്ര ദർശനം നടത്താൻ തോന്നുന്നത് അപ്പോഴൊക്കെയും നടത്താവുന്നതാണ്. അതിന് ഇന്ന നാള് പക്കം എന്നൊന്നുമില്ല. എങ്കിൽ പോലും ജന്മനക്ഷത്രം വരുമ്പോൾ നടത്തുന്നത് വളരെയേറെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ വൃശ്ചിക മാസത്തിൽ മേടം രാശിക്കാർ ദേവി മാഹാത്മ്യം അല്ലെങ്കിൽ ദേവി ഭജനം, ദേവി നാമങ്ങൾ ഇതൊക്കെ ഉരുവിടുന്നതും ജപിക്കുന്നതും ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനും നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോകുന്നതിനും സഹായിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാനം മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർ നിങ്ങൾ ശാസ്താവിനെ ഭജിക്കണം. പുരുഷന്മാർ ശബരിമല ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എള്ളുതിരി കത്തിക്കുന്നതും നിങ്ങളിൽ എന്തെങ്കിലും ശനിദോഷം, കണ്ടകശനി പോലെയുള്ള ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളെ തൊടാൻ പോലും ശനി ഭയക്കും. അതുകൊണ്ട് തന്നെ എള്ളുതിരി കത്തിക്കുന്നതും ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾ അയ്യപ്പ ദർശനം നടത്തുന്നത്, ശബരിമല ദർശനം നടത്തുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അടുത്ത ഒരു വർഷക്കാലം നിങ്ങൾക്ക് നേർച്ചയും നേട്ടങ്ങളും ഉയർച്ചയും ഒക്കെ വരുന്നതിനും സഹായിക്കുന്നതാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഈ വൃശ്ചിക മാസത്തിൽ ഭഗവാൻ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. വിഷ്ണു ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. പാൽപ്പായസ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. മഞ്ഞ തന്നെ ധരിച്ചു പോകണമെന്നില്ല എങ്കിൽ പോലും ഫലം അധികരിച്ചു വരുന്നതിന് മഞ്ഞ വസ്ത്രം കയ്യിലുള്ളവർക്ക് ധരിച്ചുകൊണ്ട് പോകാവുന്നതാണ്. വീടിനടുത്തുള്ള ഭവനത്തിനടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ സ്ഥലദൈവമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്നത് നമ്മുടെ സ്ഥലദൈവങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അത് ദർശിക്കാനായി ശ്രമിക്കുക. എവിടെയും പോകാവുന്നതാണെങ്കിൽ പോലും സ്ഥലദൈവങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ വളരെ പ്രാധാന്യവും സ്വാധീനവും ഒക്കെ ചെലുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർ ഗുണവർദ്ധനവിനും ഭാഗ്യവർദ്ധനവിനൊക്കെ ഈ വൃശ്ചിക മാസത്തിൽ ഭജിക്കേണ്ടത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിനെയാണ്. അടുത്തത് കർക്കിടകം രാശിക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ഈ വൃശ്ചിക മാസത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് തൃക്കൈവണ്ണ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്താനും ശിവഭഗവാന് കൂവളത്തില, ശിവധാര എന്നിവയൊക്കെ നടത്തുന്നതും ഈ വൃശ്ചിക മാസത്തിൽ എന്തെങ്കിലും ശനി ദോഷങ്ങൾ, കണ്ടകശനി തുടങ്ങിയ ഏഴരശനി തുടങ്ങിയ ദോഷവശങ്ങൾ എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ അതിനെ അകറ്റാനായി ഇതുവഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി കൃഷ്ണന് തക്കതായ വഴിപാടുകൾ സമർപ്പിക്കുക. അതേപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹവും നേടേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർ നിങ്ങളും ഭജിക്കേണ്ടത് സാക്ഷാൽ ഭഗവാൻ മഹാദേവനെയാണ്. ദോഷങ്ങളൊക്കെ നീങ്ങുന്നതിന് അദ്ദേഹം സഹായിക്കുന്നതാണ്. ഭസ്മാഭിഷേകം, ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭസ്മാഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ വൃശ്ചിക മാസത്തിൽ. ഭവനത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെയും അകന്നു പോകുന്നതിന് ഭസ്മാഭിഷേകം കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാക്ഷാൽ മഹാദേവനെ ഭജിക്കേണ്ടത് ഈ വൃശ്ചിക മാസത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം എല്ലാ ദോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ഇത് വളരെയേറെ നിങ്ങളെ സഹായിക്കുന്നതാണ്.
അടുത്തത് കന്നിരാശിയാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണവർദ്ധനവിനും ജന്മനക്ഷത്ര ദോഷം ഇല്ലാതാക്കുന്നതിനും വേണ്ടി വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ഗണപതി ഭഗവാന് നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ച് നാളികേരം ഉടയ്ക്കുന്നതും ഗണപതി ഹോമം വഴിപാടായി സമർപ്പിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ വളരെയേറെ ഉത്തമമാണ്. ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നതും അദ്ദേഹത്തെ മനസ്സിൽ സ്മരിക്കുന്നതും ഏത് കാര്യത്തിന് പുറപ്പെടുന്നതിന് മുന്നേ അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിഘ്ന നിവാരണം എന്നോണം അദ്ദേഹത്തോട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി നിങ്ങളുടെ വേവലാദികളും ആവലാദികളും ഒക്കെ അദ്ദേഹത്തിനോട് സമർപ്പിച്ചു വേണം ഏത് പ്രധാന കാര്യങ്ങൾക്ക്, പ്രധാനമെന്നല്ല ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഭഗവാനെ പ്രത്യേകം ഭജിക്കേണ്ടതാണ്. കന്നിക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഭജനം, ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെയേറെ ശ്രേഷ്ഠമായിരിക്കും ഈ വൃശ്ചിക മാസത്തിൽ. അടുത്ത തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് ഈ വൃശ്ചിക മാസത്തിൽ സാക്ഷാൽ ശിവഭഗവാനെയാണ്. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത്, വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. സർപ്പദോഷം നീങ്ങുന്നതിനായി സർപ്പാരാധന, സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും പുള്ളുവൻ പാട്ട് നടത്തുന്നതും ഒക്കെ വളരെയേറെ ഉത്തമമായ കാര്യമാണ് തുലാം രാശിക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ. അടുത്ത വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വൃശ്ചിക മാസത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായ കാര്യങ്ങളാണ്. അതോടൊപ്പം സർപ്പാരാധനയും നിങ്ങൾ മുടക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വൃശ്ചിക മാസത്തിൽ ഭവനത്തിനടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾ ദർശനം നടത്തുക, വെറ്റിലമാല സമർപ്പിക്കുക. ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെയേറെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും അദ്ദേഹം നിറവേറ്റി തരുന്നതാണ്. അതേപോലെ തന്നെ സർപ്പാരാധന നടത്തുക. സർപ്പദോഷ നിവാരണത്തിനായി എന്തെങ്കിലും കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളതൊക്കെ നീങ്ങുന്നതിന് വേണ്ടി മഞ്ഞൾപ്പൊടി 2 കവർ മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് മനസ്സിൽ തലയ്ക്കൊഴിയണമെന്നില്ല, മനസ്സിൽ സർപ്പദൈവങ്ങളോട്, നാഗരാജാവിനോടും നാഗേക്ഷി അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാനോ എൻ്റെ മുൻ തലമുറക്കാരോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എൻ്റെ തലമുറയിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ വസിക്കുന്ന എന്നോടൊപ്പമുള്ള ആളുകൾ, അങ്ങനെ ആരും അറിഞ്ഞോ അറിയാതെ നിങ്ങളോട് സർപ്പദൈവങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു മാപ്പ് തന്ന് എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തി രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ഈ വൃശ്ചിക മാസത്തിൽ. അടുത്ത ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശാസ്താവിന് എള്ളുതിരി വഴിപാടായി സമർപ്പിക്കുന്നത് ഈ സമയത്ത് വളരെയേറെ ഉത്തമമായിരിക്കും. ശനിദോഷം നീങ്ങുന്നതിനും സഹായിക്കുന്നതാണ്. കഴിയുന്നതും ശനിയാഴ്ച ദിവസം വ്രതം എടുക്കാനും അന്നേ ദിവസം വ്രതത്തോടു കൂടി നിൽക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ശനിയാഴ്ച. അപ്പോൾ നിങ്ങളുടെ ശനിദോഷമൊക്കെ നീങ്ങുന്നതിന് ശനി ഭഗവാന്റെ അനുഗ്രഹം വേണം, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുണവർദ്ധനവിന് തിരി വഴിപാടായി സമർപ്പിക്കണമെന്നും പറയുന്നത്. ബുദ്ധിമുട്ടുകൾ, വിദേശയാത്രാ ഭാഗ്യത്തിന് തടസ്സം വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയും നീങ്ങുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അടുത്തത് മകരം രാശിയിൽ വരുന്ന ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. പുഷ്പാഞ്ജലി ഭഗവാന് വഴിപാടായി നടത്തുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കുടുംബത്തിൽ കലഹമുണ്ട്, അതൊഴിയുന്നതിന് നിങ്ങൾ തിങ്കളാഴ്ച വ്രതം നോൽക്കുന്നതും അത്യാവശ്യമാണ്. ഈ മകര രാശിയിൽ ജനിച്ച ആളുകൾ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ ഭവനത്തിൽ അടിക്കടി നിങ്ങൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിലൊക്കെ കലഹമാണെപ്പോഴും. എപ്പോഴും മറ്റുള്ളവർ നിൻ്റെ വീട്ടിൽ നിന്ന് ശബ്ദവും ബഹളവും എന്ന് നോക്കിയാലും വഴക്കാണല്ലോ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നേരത്തെ മുഖം കറുപ്പിച്ച് പറയാത്ത ആളുകളാണ്, പക്ഷേ ഇപ്പോൾ നേർ കണ്ടാൽ കീരിയും പാമ്പും എന്ന് പറയുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിയാൻ ദാമ്പത്യ കലഹം, കുടുംബത്തിലെ മക്കളുമായി കലഹം, ആരെ മുഖത്തോട് നോക്കിയാലും ദേഷ്യഭാവത്തിലേക്ക് നമ്മൾക്ക് മാറുന്നു. ആ ഒരു സ്വഭാവമൊക്കെ മാറുന്നതിന് തിങ്കളാഴ്ച ദിവസം വ്രതം എടുക്കുന്നതും മകര രാശിക്കാർക്ക് വളരെയേറെ ഉത്തമമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല സമർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ശാസ്താവിന് വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ശനി നിമിത്തം ഉണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും നിങ്ങൾ ശനി തൊടാൻ പോലും ഭയക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിമിത്തമുള്ള ഇപ്പോൾ അനുഭവിക്കുന്ന വലച്ചിലുകളും ദുരിതങ്ങളും ഒക്കെ ഒഴിയുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അടുത്ത നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരും നിങ്ങൾ ആരാധിക്കേണ്ടത് ദുർഗാദേവിയാണ് ഈ വൃശ്ചിക മാസത്തിൽ.
ഗുണവർദ്ധനവിനും ഐശ്വര്യത്തിനും ഇതൊക്കെ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവർക്ക് അത് ജപിക്കുന്നതും ഉത്തമമാണ്. കഴിയുമെങ്കിൽ വീട്ടിൽ ഈ വൃശ്ചിക മാസത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. നെയ്ക്ക് വില കൂടുതലാണ് എങ്കിലും ഈ ഒരു സമയം, ഈ ഒരു മാസം നിങ്ങൾ നെയ്വിളക്ക് കത്തിച്ച് ദുർഗാദേവിയോട് നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ ആ മടിത്തട്ടിൽ, ആ കാൽപാദത്തിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു തെളിച്ചവും സമാധാനവും ഒരു ബുദ്ധിക്ക് തന്നെ ഒരു ഉണർവും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സഹായകമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വൃശ്ചിക മാസത്തിൽ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന അല്പദോഷ വശങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ചെയ്യേണ്ടുന്ന വഴിപാടുകൾ, ഗുണവർദ്ധനവിനായി ചെയ്യേണ്ടുന്ന വഴിപാടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്.